प्यारे बच्चों, आदाब। हमारा अगला सबक एक गज़ल है। पहली गज़ल की क्लास में हम गज़ल के बारे में पढ़ चुके हैं, इसलिए सीधा गज़ल की तरफ चलते हैं। हमारी यह गज़ल मिर्ज़ा गालिब की लिखी हुई है। मिर्ज़ा गालिब उर्दू के सबसे अजीम शायरों में एक है। उनको गज़लों का बादशाह भी कहा जाता है। गालिब का असली नाम मिर्ज़ा असदुल्ला खां है। वो 1796 को आगरा में पैदा हुए। उन्होंने पुराने रास्ते से हटकर उर्दू गज़ल को एक नया रंगो रूप दिया। उनकी गज़लों में फ़ारसी अल्फाज बहुत ज़्यादा पाए जाते हैं, इसीलिए उनकी अक्सर गज़लें मुश्किल नज़र आती है। उनकी गज़लों में फ़लसफ़ा और तसव्वुफ़ का गहरा असर पाया जाता है। 1869 को दिल्ली में उनका इंतकाल हुआ। मिर्ज़ा ഗാലിബിൻ്റെ ഒരു ഗസലാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഉറുദുവിലെ ഏറ്റവും മഹാന്മാരായ കവികളിൽ ഒരാളാണ് മിർസ ഗാലിബ്. ഒരു പക്ഷേ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിർസ ഗാലിബാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഗസലുകളുടെ ചക്രവർത്തി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മിർസ അസദുല്ല ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 1796 ആഗ്രയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഉറുദു ഗസലിനെ പഴഞ്ചൻ രീതികളിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ രൂപവും ഭാവവും നൽകി കൂടുതൽ ജനകീയമാക്കിയത് മിർസ ഗാലിബാണ്. അദ്ദേഹത്തിൻ്റെ ഗസലുകളിൽ പേർഷ്യൻ വാക്കുകൾ ധാരാളമായി കാണാൻ കഴിയും. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല ഗസലുകളും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗസലുകളിൽ തത്വചിന്തകളുടെയും സൂഫിസത്തിൻ്റെയും സ്വാധീനം കൂടുതലായി ദർശിക്കാനാവും. 1869 ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. चलिए अब हम देखते हैं कि हमारी इस गज़ल में गालिब क्या क्या कहते हैं. देखिए, यह है पहला शेर. पहला शेर को क्या कहते हैं? हाँ, मतला. तो यह है इस गज़ल का मतला, यानी पहला शेर. इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शोहरत ही सही. तो हमने गज़ल पढ़ते वक्त पढ़ा था कि गज़ल में आमतौर पर इश्क आशिकी की बातें होती है. ഗസൽ പഠിക്കുമ്പോൾ ആദ്യം കഴിഞ്ഞ ഗസൽ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗസലിൻ്റെ പ്രതിപാദ്യ വിഷയം പൊതുവെ പ്രണയമായിരിക്കും അല്ലേ. പ്രണയം, വിരഹം, ഇതാണ് ഗസലിൽ പൊതുവെ കാണപ്പെടുന്ന വിഷയം. അതുതന്നെയാണ് ഇവിടെ നമുക്ക് നോക്കാം. ഇഷ്ക് അല്ലേ, ഇഷ്ക് ക്യാ ഹെ? പ്രണയമാണ്. മുജ്കോ നഹി വഹശത് ഹി സഹി. വഹശത് ക്യാ ഹെ? വഹശത് का माना है जुनून. जुनून क्या है? दीवानगी. ले इश्क में एक ऐसी हालत होती है जो अपने आप को भूल जाता है. പ്രണയത്തിൽ സ്വയം മറന്ന് ഒരു ഭ്രമാത്മകമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് ജുനൂൻ എന്നും ദീവാനഗി എന്നും വഹഷത്ത് എന്നൊക്കെ ഉറുദു കവിതകളിൽ പ്രതിപാദിക്കുന്നത്.
അല്ലേ, ഒരു ഭ്രമാത്മകമായ അവസ്ഥ, ഭ്രാന്തമായ അവസ്ഥ, ജുനൂൻ അല്ലേ. മജ്നു എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ, മജ്നു, ലൈല മജ്നു. മജ്നു എന്ന് പേര് വന്നത് തന്നെ അല്ലെ, യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് അല്ലെ, ലൈല മജ്നുവിലെ നായകൻ്റെ പേര് ഖൈസ് എന്നാണ് അല്ലേ, ഖൈസ് ആമിരി. എങ്ങനെയാണ് ലൈലയോടുള്ള പ്രണയത്താൽ അയാൾ സ്വയം മറന്നൊരു ഭ്രാന്തനെ പോലെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മജ്നു എന്ന് വന്നത് അല്ലേ. ജിസ്കോ ജുനൂൻ ഹോത്താ ഹെ വോ മജ്നു ഹെ. മനസ്സിലായല്ലോ. അപ്പോൾ വഹഷത്ത് എന്ന് പറയുന്നത് ജുനൂനാണ്. ഇഷ്ക് മുജ്കോ നഹി വഹഷത്ത് ഹി സഹി. എനിക്ക് ശരിയാണ്, എനിക്ക് പ്രണയമില്ലായിരിക്കാം. വഹഷത്ത് ഹി സഹി, അത് ജുനൂനായിരിക്കാം അല്ലേ, ഒരു ഭ്രാന്തമായ അവസ്ഥയായിരിക്കാം. മേരി വഹഷത്ത് तेरी शोहरत ही सही, लेकिन ये मेरी ये वहशत क्या है, तेरी शोहरत भी है. यानी तेरी शोहरत क्या है, मेरी ये वहशत है. ഷുഹറത്ത് എന്താണ്? പ്രശസ്തിയാണ്. മേരി വഹഷത്ത്, എൻ്റെ ഈ വഹഷത്താണ്, എൻ്റെ ഈ ജുനൂനാണ്, ദീവാനഗിയാണ് എൻ്റെ ഷുഹറത്ത്. तो ആരോടാണ് പറയുന്നത്? യഹാ ആഷിഖ് कहता है, गालिब कहता है, यानी आशिक कहता है. आशिक माशूक से कहता है. കാമുകൻ കാമുകിയോടാണ് പറയുന്നത് അല്ലേ. എന്താണ് സാധാരണയായി ഗസലുകളിൽ കാണുന്ന ഒരു 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 രീതിയാണ്. എന്താണ്? ആഷിഖ്, കാമുകന്മാർ എപ്പോഴും പ്രണയത്തിൽ പരാജയപ്പെടുന്ന ആളായിരിക്കും മിക്കപ്പോഴും. എപ്പോഴും എന്ന് പറഞ്ഞുകൂടാ, മിക്കപ്പോഴും അല്ലേ. വിരഹമായിരിക്കും പൊതുവെ ഗസലുകളിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു വികാരം. ഇവിടെയും അതുതന്നെയാണ്. എന്താണ്? മാഷൂക്കിൻ്റെ ആ ഒരു മനോഭാവത്തോട് ആഷിക്കിൻ്റെ പ്രണയമുണ്ട് ആഷിക്കിൻ്റെ. പക്ഷേ മാഷൂക്ക് അത് മനസ്സിലാക്കുന്നില്ല, മറ്റൊരു രീതിയിലാണ് മാഷൂക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് അംഗീകരിച്ചുകൊണ്ട് ആഷിക്ക് പറയുന്നത് എന്താണ്? ഇഷ്ക് മുജ്കോ നഹി വഹഷത്ത് ഹി സഹി. ശരിയാണ്, എനിക്ക് പ്രണയമില്ലായിരിക്കാം, പകരം വഹഷത്തായിരിക്കാം, ഭ്രാന്തായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ അല്ലേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടുള്ളൊരു ഒരുതരം ഭ്രാന്ത് അല്ലേ. മേരി, പക്ഷെ എന്താണ്? മേരി വഹഷത്ത് തേരി ഷൊഹറത്ത് ഹി സഹി. പക്ഷെ എന്താണ്? തേരി ഷൊഹറത്ത്, നിൻ്റെ പ്രശസ്തി, നിന്നെ ആളുകൾ അറിയുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ വഹഷത്ത്, എൻ്റെ ഈ ഭ്രാന്തമായ പ്രണയം കൊണ്ടാണ്. ഗാലിബ് ഇസ് ഷേർ മേ ഇഷ്ക് की एक ऐसी हालत बयान करते हैं जिसने वहशत यानी जुनून की शक्ल इख्तियार कर ली है. ഗാലിബ് ഈ ഷെയറിൽ പ്രണയത്തിൻ്റെ അത്തരം ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ജിസ്നെ വഹഷത്ത് യാനി ജുനൂൻ കി ഷക്കൽ, ഒരു ഭ്രമാത്മകതയുടെ അവസ്ഥ. വഹഷത്ത് യാനി ജുനൂൻ കി ഷക്കൽ ഇഖ്തിയാർ കർ ലി ഹെ, ഭ്രമാത്മകമായ ഒരു അവസ്ഥ കൈവരിച്ച അല്ലെങ്കിൽ അവസ്ഥ പ്രാപിച്ച ഒരു പ്രണയത്തെക്കുറിച്ചാണ് ഗാലിബ് പറയുന്നത്. ഗാലിബ് इस शेर में इश्क की एक ऐसी हालत बयान करते हैं जिसने वहशत यानी जुनून की शक्ल इख्तियार कर ली है. इश्क में आशिक मजनू बन गया है, इसलिए माशूक समझता है कि आशिक को इश्क नहीं है. ये मानते हुए आशिक कहता है कि मुझे इश्क नहीं वहशत है, लेकिन मेरी वहशत ही माशूक की शोहरत है. चलिए हम ये शेर सुन के देखेंगे मशहूर गलोकार चित्रा सिंह की आवाज़ में. इश्क मुझको नहीं वहशत ही सही, इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शोहरत मुझको नहीं वहशत
दूसरा शेर देखिए, कता कीजिए न ताल्लुक हमसे, कुछ नहीं है तो अदावत ही सही। कता कीजिए, कता करना, ख़त्म करना, അവസാനിപ്പിക്കുക। कता कीजिए न ताल्लुक हमसे, कता कीजिए न, नहीं ख़त्म करना, അവസാനിപ്പിക്കാനല്ല പറയുന്നത്, അവസാനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്। कता कीजिए न ताल्लुक हमसे, हमसे कभी ख़त्म नहीं कीजिए। क्या? हमसे जो ताल्लुक है, हमसे जो रिश्ता है, ताल्लुक क्या है? कनेक्शन, रिश्ता, बंधम। कता कीजिए न ताल्लुक हमसे, हमसे आप कभी रिश्ता नहीं तोड़ दीजिए। ഒരിക്കലും ബന്ധം എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്। ശരിയായിരിക്കാം, എന്നോട് ഒട്ടും സ്നേഹമില്ലായിരിക്കാം, ഒട്ടും പ്രണയമില്ലായിരിക്കാം, എന്നാലും ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്। കുച്ച് നഹി ഹേ തോ അദാവത്ത് ഹി സഹി, കുച്ച് നഹി ഹേ തോ അദാവത്ത്, അദാവത്ത് ക്യാ ഹേ? ദുശ്മനി, ദുശ്മനി ശത്രുത। കുച്ച് നഹി ഹേ തോ അദാവത്ത് ഹി സഹി, ഒന്നുമില്ലെങ്കിലും ശത്രുതയെങ്കിലും ബാക്കിയാക്കണം എന്ന് പറഞ്ഞാൽ ശത്രുവായിട്ടെങ്കിലും കാണണം എന്താണ് പറയുന്നത്? അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ ആരുമല്ലാതിരിക്കുക, ഒന്നുമല്ലാതിരിക്കുക എന്നാണ്। എന്നെ ഒരു ശത്രുവായിട്ടെങ്കിലും കണ്ടോളൂ എന്ന് പറയുമ്പോൾ എന്ത് പറയാം? അവിടെ കാമുകന് വേണമെങ്കിൽ ഞാൻ നിൻ്റെ ശത്രുവാണ് എന്ന്, അല്ലേ? അവിടെ എന്തുണ്ട്? നിൻ്റെ എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്? നിൻ്റെ എന്ന് പറയാൻ എന്നെ ശത്രുവായിട്ടെങ്കിലും കണ്ടോളൂ, അത്രയും എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നുമല്ലാത്തൊരവസ്ഥ, എന്നെ പാടെ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്। ഖത്താ കീജിയെ എന്ന താലുക്ക് ഹംസെ കുച്ച് നഹി ഹേ തോ അദാവത്ത് ഹി സഹി, എന്നെ ശത്രുവായിട്ടെങ്കിലും കണ്ടുകൊണ്ട് ഞാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്। ഗാലിബ് कहते हैं कि उसको माशूक से गहरी मोहब्बत है। ഗാലിബ് യാനി ആഷിഖ്, അല്ലേ? എന്താണ് പറയുന്നത്? പ്രണയിനിയോട് അഗാധമായ പ്രണയമുണ്ട്, ലേക്കിൻ മാഷൂഖ് ഉസ്കി മൊഹബ്ബത്ത് കാ പർവാ നഹി കർത്തി, പക്ഷേ മാഷൂഖ് ആ പ്രണയം കാണുന്നതായി നടിക്കുന്നില്ല। इसलिए आशिक माशूक से कहता है कि अगर तुमको मुझसे मोहब्बत नहीं है तो भी मुझसे रिश्ता नहीं तोड़ना, എന്നോട് പ്രണയമില്ലെങ്കിലും ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കരുത്। एक दुश्मन की हैसियत से ही सही मुझसे रिश्ता बरकरार रखो, ഒരു ശത്രുവായിട്ടെങ്കിലും ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം। क्या है? एक और बार गालिब कहते हैं कि उसको माशूक से गहरी मोहब्बत है, लेकिन माशूक उसकी मोहब्बत का परवाह नहीं करती। इसलिए आशिक माशूक से कहता है कि अगर तुमको मुझसे मोहब्बत नहीं है तो भी मुझसे रिश्ता नहीं तोड़ना, एक दुश्मन की हैसियत से ही सही मुझसे रिश्ता बरकरार रखो। शेर देखिए, मेरे होने में है क्या रुसवाई, ऐ वो मजलिस नहीं खलवत ही सही। मेरे होने में है क्या रुसवाई, मेरे होने में है क्या रुसवाई। रुसवाई क्या है? बदनामी, बदनामी, चीतपेर, दुष्पेर। मेरे होने में है क्या रुसवाई, ऐ वो मजलिस नहीं खलवत ही सही। ऐ वो मजलिस, മജ്ലിസ് സദസ്സാണ്, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലം, സദസ്സ്। ഖൽവത്ത് ക്യാ ഹേ? തൻഹായി, ഏകാന്തത, ലോൺലിനെസ്, ആരുമില്ലാത്ത അവസ്ഥ। क्या है? गालिब इसमें क्या कहता है, क्या कहना चाहता है? मेरे होने में है क्या रुसवाई, ऐ वो मजलिस नहीं खलवत ही सही। गालिब को या आशिक को माशूक से गहरी मोहब्बत है, इसलिए वो हमेशा माशूक से मिलना चाहता है, എപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയാണ് കാമുകൻ, അഗാധമായ സ്നേഹമുള്ളതുകൊണ്ട്। ലേക്കിൻ മാഷൂഖ്
ബദ്നാമി സെ ഡർത്തി ഹെ. പക്ഷേ കാമുകി എന്താണ്? ചീത്തപ്പേരിനെ, ദുഷ്പേരിനെ ഭയപ്പെടുകയാണ്. ആളുകൾ അറിഞ്ഞാൽ അല്ലേ എന്താവും? इसलिए आशिक कहता है कि तो माशूक को ऐसा डर है, बदनामी से, रुसवाई से डर है, तो क्या है? तो तन्हाई में मुझसे मिला करो, മജ്ലിസ് में नहीं, തൻഹായി में. അങ്ങനെയാണെങ്കിൽ എന്താണ്? സദസ്സിൽ വെച്ച് വേണ്ട, ആരും കാണാതെ തനിയെ തനിച്ച് അല്ലേ, നമ്മൾ മാത്രം ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടണം, കാണണം. അതാണ് മേരെ ഹോനെ മേ ഹേ ക്യാ റുസ്വായി है वो मजलिस नहीं, खलवत ही सही, तन्हाई में मुझसे मिलो. गालिब को अपनी माशूक से गहरा इश्क है, इसलिए हमेशा वो उससे मिलना चाहता है. लेकिन माशूक समझती है कि आशिक से मिलने से उसकी रुसवाई हो जाएगी. इसलिए आशिक कहता है कि अगर मजलिस में मुझसे मिलने पर अगर तेरी रुसवाई हो जाती है तो तन्हाई में ही सही, ज़रूर तू मुझसे मिलना है. अगला शेर देखिए. हम भी दुश्मन तो नहीं है अपने, गैर को तुझसे मोहब्बत ही सही. हम भी दुश्मन तो नहीं है अपने. സിമ്പിളാണ് അല്ലേ? हम भी दुश्मन तो नहीं है, हम भी दुश्मन तो नहीं है आपके. ഞാനെന്താണ്? ഞാൻ നിൻ്റെ ശത്രു ഒന്നുമല്ലല്ലോ. ഗൈർ കോ തുജ്സെ മൊഹബ്ബത്ത് ഹി സഹി. ഗൈർ കോ മറ്റുള്ളവർക്ക്, അന്യർക്ക്, ഗൈർ കോ തുജ്സെ മൊഹബ്ബത്ത് ഹി സഹി, നിന്നോട് സ്നേഹമുണ്ടെങ്കിലും. എന്താണ് ആഷിക് ക്യാ कहता है? ആഷിക് ക്യാ कहना चाहता है? കാമുകൻ നോക്കുമ്പോഴെന്താണ്? എപ്പോഴും മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നു. ആര്? ഓ മാഷൂക്ക് അല്ലേ? തൻ്റെ കാമുകി മറ്റുള്ളവരോട് എപ്പോഴും വളരെ സ്നേഹത്തോടെ, വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്നു, സംസാരിക്കുന്നു. പക്ഷേ എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ? എന്നോട് മാത്രം ഈ ഒരു പെരുമാറ്റം ഒട്ടും ഗൗനിക്കുന്നേയില്ല, കണ്ട ഭാവം നടിക്കുന്നേയില്ല. ആ ഒരവസ്ഥയിൽ അല്ലേ കവിയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ കാമുകൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രസകരമായൊരു ചിന്തയാണ്. എന്താണ്? ഹം ഭി ദുഷ്മൻ തോ നഹി ഹേ അപ്നെ, ഗൈർ കോ തുജ്സെ മുഹബ്ബത്ത് ഹി സഹി. ശരിയാണ്, മറ്റുള്ളവർക്ക് സ്നേഹമുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് നീ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുന്നത്. പക്ഷെ ഞാൻ ശത്രു അല്ലല്ലോ, ശത്രു ഒന്നുമല്ലല്ലോ. ഭി ദുഷ്മൻ തോ നഹി ഹേ आपके. गालिब इस शेर में एक मायूस आशिक के दिल की जज्बात बयान करते हैं. നിരാശനായ ഒരു കാമുകൻ്റെ ഹൃദയാവസ്ഥയാണ് വിവരിക്കുന്നത് ഈ ഒരു ഷെയറിൽ. आशिक को माशूक से सच्ची मोहब्बत है, लेकिन माशूक आशिक से लापरवाह है, ശ്രദ്ധിക്കുന്നില്ല. इसलिए आशिक मायूसी से कहता है कि मैं तो दुश्मन नहीं हूँ तेरा. दूसरे लोगों से तू दोस्ती से बातें करती है, लेकिन मेरी तरफ देखते ही नहीं. देखिए ये शेर भी हम सुन के देखेंगे. दुश्मन
तो प्यारे बच्चों 4 शेर हो गए हैं, 3 शेर बाकी है, वो हम अगले क्लास में പഠിंगे. 3 ഷെയർ ബാക്കിയുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. तो सरगर्मी के तौर पर आपके लिए एक सवाल है. मिर्ज़ा गालिब के बारे में एक मुख्तसर नोट लिखिए. मिर्ज़ा गालिब के बारे में एक मुख्तसर നോട്ട് लिखिए. मिर्ज़ा गालिबिനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതുക. तो अगले क्लास में फिर मिलेंगे. तब तक के लिए शुक्रिया.